കാരണം നമുക്ക് ലൈഫിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ മൈൻഡ് റീഫ്രഷ് ആകുന്നുള്ളത്. അത് റീഫ്രഷ് ആയാലും തന്നെ ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസും കൂടി തീരും. അത് എന്നെക്കാട്ടി കൂടുതൽ മനസ്സിലാക്കി എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ പിന്നെ അവരെ അവിടെ നിന്ന് എണീപ്പിച്ചു. പിന്നെ ആ പിടിച്ച കൈ പിന്നെ അവർ വിട്ടിട്ടില്ല. അന്ന് മുതൽ ഇതാ ഇപ്പം ഈ ഒരു പരിപാടിക്ക് വരെ അവരെന്നെയാണ് എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാ തരത്തിലും നമുക്കൊരു തരത്തിലുള്ള പെയിൻ പിന്നെ അവരെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുമില്ല. വേറെ ആൾ നമ്മുടെ തരത്തിൽ പെയിൻ ആക്കാൻ അവർ സംഭവിച്ചിട്ടുമില്ല. വേണ്ട ലൈഫിൽ അത് മാത്രമേ വേണ്ടുള്ളൂ. വേറെ ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. എങ്ങനെയായിരുന്നു ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ട്രിപ്പ് പോയത് എവിടെയാണ്? ആരുടെ ഒപ്പമാണ് ആദ്യമായിട്ട് ട്രിപ്പ് പോയത്? കോളേജിൽ നിന്ന് കൂട്ടുകാരൊപ്പം തന്നെ പോയത്. കാരണം ഫസ്റ്റ് വന്നത് അങ്ങനെയാണല്ലോ, കോളേജിൽ പഠിക്കുമ്പോഴാണ് ആക്സിഡന്റ് പറ്റിയത്. പിന്നെ എന്തായിരുന്നു ആക്സിഡന്റ് എന്ന് പറയാം? ആക്സിഡന്റ് എന്താ പറയാ, കസിന്റെ മാരേജിന് പോയതാ. മാരേജിന്റെ ആവശ്യത്തിന് ഫുഡ് എടുക്കാൻ വേണ്ടി പോയതാ. അതിന് അന്നത്തെ ആവശ്യത്തിലുള്ള പുലർച്ചെ പോയി 2-3 ട്രിപ്പ് അടിച്ചു. തിരിച്ചു വരുമ്പോൾ ആണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്. ലോറി നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇടിച്ചിട്ട് റോട്ടിലേക്ക് തെറിച്ചു. അങ്ങനെ ആ ലോറി വന്നിട്ട് നമ്മുടെ കാലുമ്മക്കൂടെ കയറി ഇറങ്ങിപ്പോയി. അത് ലോഡ് കൊണ്ടുപോകുന്ന വണ്ടി ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും വെയിറ്റ് ഉള്ള വണ്ടിയല്ലേ. ഒന്നാമത് ലോഡ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ അതൊരു മരം കൊണ്ടുപോകുന്ന ലോഡ് വണ്ടി ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മൊത്തത്തിൽ നമുക്ക് കാലുമ്മ കളിക്കാൻ നിന്നാൽ നമ്മുടെ ലൈഫ് കയ്യിൽ നിന്ന് പോകുന്നുള്ള സിറ്റുവേഷനില്ല. പിന്നെ കാല് കട്ട് ചെയ്യാനല്ലേ വേറെ വഴിയില്ല. കാലല്ലേ പോട്ടെ, ഒരു കാലല്ലേ പോയുള്ളൂ അല്ലേ. പക്ഷെ ഒരുപാട് കാലുകൾ ഇപ്പൊ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ. ദൈവം ഒന്നെടുത്തിട്ടുണ്ടെങ്കിൽ പകരം 100 തന്നിട്ടാണ് ദൈവം നമ്മളെ ഡയലിയാക്കിയത്. ഈ ഡിസേബിൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചേട്ടൻ ഇറങ്ങാൻ നേരത്ത്, ഇപ്പോ ഏതെങ്കിലും ഒരു കൂട്ടം ഒരു സൊസൈറ്റിയുടെ അടുത്ത് പോകാൻ നേരത്ത് അങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോൾ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, അവരെ നോക്കണത് എൻ്റെ കയ്യിലോട്ടായിരിക്കുമോ, ഞാൻ അവരുടെ മുൻപിൽ ഒരു പരിഹാസപാത്രമായി മാറുകയാണോ. അതുകൊണ്ട് ഞാൻ നേരത്തെ എന്ന് പറയുന്നത് ഒരു പ്ലസ് 2 വരെ ഞാൻ അധികം സ്ഥലങ്ങളിലൊന്നും അധികം പോകില്ലായിരുന്നു. അതായത് എന്തിന് ക്ലാസ്സിൽ നടക്കുന്ന ആനിവേഴ്സറിക്ക് പോലും ഞാൻ പോവില്ല. എന്തെങ്കിലും ഒരു പരിപാടി പറഞ്ഞാൽ പോലും എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ 7th വരെ സ്റ്റേജിൽ കയറുമായിരുന്നു. ഡാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് കാണിച്ചുള്ളത് കൗതുകമാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ സ്റ്റേജിൽ കയറുമായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് സ്റ്റേജിൽ കയറാനോ അല്ലെങ്കിൽ 2 വ്യക്തികളോട് സംസാരിക്കാനോ എനിക്ക് പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം മെയിനായിട്ടും ബോഡി ഷെയ്മിങ് ആണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇറച്ചി കഷ്ണം എന്ന് കൈ വിളിച്ച ഒരു സമയം വരെ എനിക്ക് അതുവരെ അറിയില്ലായിരുന്നു എനിക്ക് കൈ ഇങ്ങനെയാണെന്നുള്ളത്. എനിക്കറിയാം, പക്ഷെ നമ്മുടെ മൈൻഡിൽ അത് ഇങ്ങനെയാണ് സ്വാഭാവികം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്ന് മുതലാണോ എനിക്ക് ബോഡി ഷെയ്മിങ് പിന്നെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്, അതിനുശേഷമാണ് എനിക്ക് ഇതുപോലെ ഈഗോ കോംപ്ലക്സ് ആണെങ്കിലും എനിക്കൊരു സൊസൈറ്റി, എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോലും മാറി നിൽക്കാം, വീട്ടിൽ തന്നെ ഒതുങ്ങാനായിട്ട് ഞാൻ കൂടുതൽ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ?